ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫൂസ് വേൾഡ്. അപ്പോൾ ആലിയമ്മ എന്തോ ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ ഗായ്സ് നാളെ തിങ്കളാഴ്ചയാണ്. അപ്പോൾ നാളെ നമ്മുടെ കൊച്ച പോവാണ് ഗായ്സ്, ബാക്ക് ടു ഗൾഫ്. അപ്പോൾ കൊച്ച നാളെ പോവാണ്. അപ്പോൾ എന്താ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് മെയിനായിട്ട് നമ്മുടെ കിച്ചണിൽ പോയിട്ട് എന്താ അവിടെ നടക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എൻ്റെ ഫ്ലാഷ് മീമി എന്താണ് കുഞ്ചു ഇവിടെ തേങ്ങ വറുക്കുന്നത് കണ്ടോ ഗൈസ്? ഞാൻ തിരുമ്മിയ തേങ്ങ ഫോട്ടോ. അതെ, ഞാൻ നേരെ വെളുത്ത പോലെ ഇവിടെ കൊറേ മിമി പരിപാടി നമുക്ക് നോക്കാം. നിക്കൂച്ചൻ എന്താണ് ഈ കാണിക്കുന്നത്? അതാറാ കുഞ്ഞ ഇതാറാ കുഞ്ഞ വെച്ചാ ഇതാറാ വെച്ചാ പൈസയുടെ ആ വന്നോ? പേരെന്തുവാ? പേരെന്തുവാ? ബെൽ ബട്ടർ ആൻഡ് ഇൻവെർട്ടർ ആൻഡ് ബെൽ ബട്ടർ. അയ്യോ അങ്ങ് സഹിക്കുന്നില്ലേ, അങ്ങൊക്കെ സഹിക്കുന്നില്ലേ? വേണ്ട, തൊട്ടുള്ള കളി ആപ്പ് എടുക്കണം പറ്റത്തില്ല. ആപ്പ് ഞാൻ എടുക്കാൻ പറ്റത്തില്ല. മിനി കൊഞ്ച് കഴുകിയിടുന്നു ഗൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് പരിപാടി മിയറ്റു, വാട്ട് ആർ യു ഡൂയിങ്? ഹായ് ഗൈസ്, മറ്റു ഇറച്ചി കഴുകുന്നു. ബീഫ് അല്ലേ? ബീഫ്. എന്തിനാ മറ്റു ഇറച്ചി? ഓ മൈ ഗോഡ്, ഓക്കെ. നമ്മൾ വളരെ അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി നോക്കാം. എന്താണ് ഉദ്ദേശം? എന്താണ് ആര് വെട്ടാനാ ഉദ്ദേശം? എന്താണ് പഠിക്ക് ചെയ്ത് പഠിക്ക്. ഏതായി കൊച്ച വാപ്പായ മീൻ വെട്ടാൻ പഠിപ്പിക്കുന്നത്? എന്റെ മേത്തെല്ലാം വീണുക. ഏത് മീനാ കൊച്ച? എക്സ്ക്യൂസ് മീ, ആ നടുവിനൊന്ന് കൈ കൊടുത്ത്. അതാണോ നടു? പാവന്റെ വാപ്പ. നോക്കിയേ, അങ്ങോട്ട് നോക്കിയേ. കൊച്ചാജിയേ, പാവം കൊച്ചാജി. കൊച്ചാജി ഇതിലൊക്കെ എക്സ്പെർട്ട് ആണ്. മീൻ വെട്ടാൻ ആളില്ല. കണ്ടാ കൊച്ചായെ കൊണ്ട് മീൻ വെട്ടിക്കാൻ എഴുതിയിരിക്കുന്നത്. കൊച്ച ഗൾഫിൽ നിന്ന് മീൻ വെട്ടാനാ അവരുടെ വിചാരം. വേറൊരു കാര്യമുണ്ട്. വലിയ ചെതുമ്പല അതിന്റെ അല്ലേ? ഭയങ്കര പ്രൊട്ടക്ഷൻ അല്ലേ, വേറൊരു മീൻ വന്ന് ആക്രമിക്കാൻ പറ്റത്തില്ല.
ये मारे പിച്ചാതെ പാവം ഈ കണ്ണ് വരെ തള്ളി കണ്ട കുറെയൊക്കെ ക്രൂരമായ ഉപദ്രവം കൊണ്ട് സത്യതൊരു ഫോട്ടോ എടുത്ത് വെച്ചപ്പോ അത് ചോദിച്ചു. ഞാൻ കമ്പനിയിൽ പറഞ്ഞു ഫോട്ടോ എടുത്തു കൊച്ചായ കണ്ട് കണ്ണു വായൊക്കെ തുറക്കുന്നു. ഓ അയ്യോ എന്നെ കൊല്ലുന്നേ കണ്ടാ അത് വായൊക്കെ തുറന്ന് കരയുന്ന കണ്ടോ. കൊച്ച എല്ലാ ശത്രുതയും ഇതിനോട് തീർക്കുവാണ്. കട്ട് ചെയ്യുന്നത് അത് വെട്ട് ഒടിഞ്ഞു വാ അത് വെട്ട് കെട്ടി കട്ടിയാ മുള്ളു. അതിനെ ക്രൂരമായി ഉപദ്രവിച്ച 2 മനുഷ്യന്മാരാണ് ഈ നിൽക്കുന്നത്. മീനെ കൊലപാതകം ചെയ്തു. കട്ടിയെല്ലാം ഉള്ള പിച്ചാത്തി പണിയിക്കണം. ഈ അറുപ്പുകാരുടെയിലുള്ള ഇത് ആ സൈസ് പിച്ചാത്തി മീൻ വെക്കാൻ പറ്റുള്ളൂ. ഈ ഇറച്ചി പാത്രം എടുക്കണം. ഗായ്സ് അപ്പോൾ അതേണ്ട നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ മീനിൻ്റെ കാര്യത്തിൽ ഏറ്റവും എക്സ്പേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചാജി തന്നെയാണ്. അത് മീൻ കൊച്ചാജി കാണുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആണ്. എല്ലാം മേടിക്കും എടുക്കും. പക്ഷെ തിന്നാൻ അത്രയും ക്രേവിങ്സ് ഇല്ല. തിന്നും എല്ലാം തിന്നും. പക്ഷെ അങ്ങനെ ഫുഡ് അങ്ങനെ ഒരു ടൈപ്പല്ല കൊച്ചാജി കാണുമ്പോൾ ആ ഒരു എന്താ മേടിക്കാനുള്ള ആവേശം, പിന്നെ അത് വെട്ടാനുള്ള ആവേശം, എല്ലാവരെ കൊണ്ട് തീറ്റിക്കാനും ഉള്ള ആവേശം, ഇതാണ് മെയിൻ. ഇതൊക്കെ അടുത്തിരിക്കുന്നവൻ്റെ വയറ് പൊട്ടും ആ അവസ്ഥയാണ് കൊച്ചാജി തീറ്റിക്കുന്നത്. അപ്പോൾ ദേ ആ മീൻ കൊച്ചാജിയെ കണ്ടിട്ട് കണ്ണൊക്കെ തള്ളിയിട്ടുണ്ട്. പിന്നെ ഞാനൊക്കെ അപ്പുറത്ത് വാവയൊക്കെ വന്നപ്പോൾ ഞാൻ വാവയുമായിട്ടൊക്കെ കളിക്കാൻ പോയി. പിന്നെ മീമിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തല കൊച്ചാജി കട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗയ്സ് നാളെ നമുക്ക് പോകേണ്ടത് കൊണ്ട് നമ്മൾ ഇന്ന് വൈകിട്ട് തന്നെ നമ്മൾ പോകും വീട്ടിൽ. നാളെ നമുക്ക് സ്കൂളിൽ പോകണം. അതുപോലെ തന്നെ നിക്കൂച്ചന് ജോലിക്ക് പോകണം, മോമോക്ക് ജോലിക്ക് പോകണം. അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ പോകും. നമ്മൾ ഇന്നലെ വൈകിട്ട് വന്നതാണ്. അപ്പോൾ അതാണ്ട് കൊച്ചാജി ഇതൊക്കെ തെറിച്ച് പോയി ഗൈസ്, താഴോട്ടൊക്കെ തെറിച്ച് പോയി ആ അവസ്ഥയാണ്. പിന്നെ നമ്മൾ ഇതിന് മുമ്പേ ഇട്ട വീഡിയോ മീൻ പൊള്ളിച്ചിരുന്നത് ഫുള്ള് കൊച്ചാജി വന്ന മീനിൻ്റെ അഭിഷേകമാണ് ഗൈസ്. കാരണം നമ്മൾ ഏറ്റവും ഇതായിട്ട് മീൻ തിന്നുന്നത് കൊച്ചാജി വന്നു കഴിയുമ്പോഴാണ്. അതായത് നമ്മൾ ചെമ്മീനും കൊഞ്ചുമൊക്കെ സ്ഥിരമാണ്. ചെമ്മീനും കൊഞ്ചുമൊക്കെ മടുക്കും കൊച്ചാജി വന്നാൽ. കാരണം എന്നും തിന്ന് ഒരു പരുവാവും. അതായത് കുഞ്ഞു ആദീനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിയായിരുന്നു. കൊച്ച എന്നും ഇവിടെ മീൻ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ തിന്ന് അവസാനം മടുത്തു ഗൈസ് ആ അവസ്ഥയാണ്. കാരണം നോമ്പിന് നമ്മൾ സ്ഥിരമായിട്ട് ഈ മീനൊക്കെ തിന്നുന്നതെന്ന് പറഞ്ഞാൽ ആ അവസ്ഥ. അപ്പോൾ അതിൻ്റെ ഉള്ള് കൊച്ചാജി ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അടിയാണോ ചെടുത്തിയായിട്ട് പോയി പാവയെ കാണാൻ വേണ്ടി പോയി. അതിനെ ഒന്ന് തൊട്ട് ഒന്ന് പിച്ചി അങ്ങനെയൊക്കെയാണ് ഞങ്ങള് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഞാൻ പറയും തടയാൻ തൊട്ടൊന്നുമല്ലോ. ചെയ്തില്ലല്ലേ കണ്ണ് വെട്ടി തല ആരെങ്കിലും കഴിക്കുന്നവരുണ്ട്. തല മാമിയുടെ അവസ്ഥ ആരാ മാമി ആണോ? എന്നാ അങ്ങോട്ട് കിട്ടും. അതെനിക്ക് കേട്ടല്ലോ.
ഇനി കിട്ടില്ല അതാ കിട്ടും. ചെറുതാക്കണം. അത് വേണം ഒന്നുകൂടെ. വെട്ടി പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ് ദാണ്ട ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചെമ്മീൻ ഇതാ കിടന്ന് എന്താ പറയുക, അത് മറ്റേ തീയൽ വെക്കുന്ന പോലത്തെ സംഭവം. പിന്നെ അടുത്തത് ഇവിടെ കൊച്ചാക്ക് കൊണ്ടുപോകാനുള്ള ബീഫ് വറുത്തതായത് നമ്മൾ എക്സ്പോർട്ടിങ് ഐറ്റം നമ്മൾ ചെയ്യുകയാണ്. പിന്നെ അടുത്ത ഇവിടെ തേങ്ങ, ഇതെന്തിനാന്ന് ഒരു പിടിയുമില്ല. അടുത്ത നമ്മൾ പെട്ടി പാക്കിംഗ് ആണ് ഗൈസ്. അപ്പോൾ അതാണ്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ, കാരണം തിരക്കല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ കൊച്ചാക്ക് തിന്നാനുള്ള സാധനം, കൊച്ചാടെ ആവശ്യമായ കുറേ സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ഡ്രസ്സ്, മെഡിസിൻ, ഇപ്പോൾ കൊണ്ടുപോകാനുള്ള കുറേ സാധനം, അങ്ങനെയുള്ള സാധനമൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഏറ്റവും മുകളിൽ നമ്മൾ ഫുഡൊക്കെ ഇതാക്കി, അത് കഴിഞ്ഞ് എല്ലാവരും അടച്ച് തേണ്ട വെച്ചിട്ട് പാക്ക് ചെയ്യണം ഗൈസ്. എന്താ പറയുക, ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടമാണോ എന്തായ ആ ഒരു ഫീലിങ്സ് എന്തുവാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്തവണ കൊച്ചാ വന്നത് ആലിയുടെ ആ ഒരു വയ്യാഴിയായിട്ടാണ്. അപ്പം അവൾക്ക് കുറച്ച് വയ്യാഴിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അത് കൊണ്ട് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം നമ്മൾ അത്രയും ദിവസം കൂടെ നിന്നിട്ട് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു. കാരണം കൊച്ചാടെ ഡേറ്റ് ഒന്നും കൺഫേം അല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതാണ്ടേ ഒരാൾ നേരത്തേക്ക് അപ്പോൾ എന്തൊക്കെയോ തിന്നുന്നുണ്ട്. ഞാൻ തരുമോയെന്ന് ചോദിച്ചതിനാണ് ഈ കിടന്ന് ബഹളം കാണിക്കുന്നത്. കഴിക്കാൻ ടൈമില്ല. ഞങ്ങൾ 3 മണി 3:30 ആകുമ്പോൾ എണ്ണീറ്റ് പോകുന്നത്. വരുന്നത് 10 മണി 11 മണി രാത്രി. പിന്നെ എന്തോ കഴിക്കാൻ ഗൈസ്, അപ്പോൾ അതേ പെട്ടിയൊക്കെ കെട്ടിയിട്ട് നമ്മൾ പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ അതാണ്ട് ആദ്യം നമ്മുടെ കൂടെ വരുന്നതിന് വേണ്ടിയിട്ട് കൊച്ചാ കാറെ കയറി ഇരുന്നിട്ട് അതിനെ പറ്റിക്കുവാണ് ഗൈസ്. ആ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ മറ്റാപ്പം നമുക്ക് സൈഡ് പറഞ്ഞു തരാൻ നിൽപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പോവാണ്. അപ്പം നാളെ രാവിലെ 11 മണിക്കാണ് കൊച്ച ഇറങ്ങുന്നത്. പക്ഷെ നമുക്ക് അത്രയും നേരം നിൽക്കാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ 2 ദിവസം മുമ്പേ വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.